മറ്റൊരു വാർത്ത അതും CPM-നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയ്ക്ക് വന്നതാണ്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് നടത്തിയ നീക്കം. അത് ജയിൽ ഉദ്യോഗസ്ഥരാണ് ആ നീക്കത്തിന് പിന്നാലെ എന്നുള്ള ആരോപണത്തോടുകൂടി മന്ത്രി അടക്കം നിയമസഭയിൽ ഈ വിഷയം പറഞ്ഞിരുന്നു. അവർക്കെതിരെ നടപടിയെടുത്ത സാഹചര്യം കൂടി നമുക്കുണ്ടായിരുന്നു. അപ്പോഴും KK രമ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഫോൺ വിളി വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും. ഈ KK രമയുടെ മൊഴിയെടുത്ത ASI-യെയും ഈ ഘട്ടത്തിൽ സ്ഥലം മാറ്റിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊളവള്ളൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത് എന്നാണ് KK രമ ആ തരത്തിൽ പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇതിന്റെ സാഹചര്യം എന്താണ്? കാരണം ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ശ്രമം നടത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുണ്ടായിരുന്നു, നടപടി ഉണ്ടായിരുന്നു, പുറത്താക്കിയിരുന്നു, അവർക്കെതിരെ സസ്പെൻഷൻ അടക്കം നടപടികളിലേക്ക് പോയിരുന്നു. ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമാകുകയാണോ? തീർച്ചയായും നിയമസഭാ സമ്മേളനം കൂടി നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിവാദമായ വാർത്ത പുറത്തു വരുന്നത്. കാരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇത്രയധികം ചർച്ചയായ മറ്റൊരു കേസ് TP ചന്ദ്രശേഖരൻ വധം പോലും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് തന്നെ ഹൈക്കോടതി ഈ പ്രതികളുടെ വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയാണ് കോടതി ചെയ്തത്. ഒപ്പം 20 വർഷത്തേക്ക് ഇവർക്ക് ജാമ്യത്തിന്റെ ഇളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ കഴിയുകയില്ല എന്നൊരു വിധി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത് മറികടന്നാണ് ഈ പ്രതികളെ ഈ നേരിട്ട് കൊലപാതകത്തിൽ പങ്കാളികളായ TK രജീഷ്, അനൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള ഒരു നീക്കം ഉണ്ടായത്. എന്തായാലും ഇത് ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോട് കൂടിയല്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ടല്ല എന്നൊരു ഈ നീക്കം എന്നാണ് സർക്കാർ സഭയിൽ വിശദീകരിച്ചത്. പുറത്ത് CPM നേതാക്കളും പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ജയിൽ സൂപ്രണ്ടും മറ്റുമൊക്കെ ജയിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സർക്കാരിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. നിയമസഭയിലും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത ശേഷവും പോലീസ് റിപ്പോർട്ട് തേടിയുള്ള റിപ്പോർട്ടിൽ മറുപടി നൽകി, അല്ലെങ്കിൽ അതിനായി മറുപടി നൽകുന്നതിനായി KK രമയുടെ മൊഴിയെടുത്ത ആളാണ് കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്ത്. ഈ ശ്രീജിത്തിനെയാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നടപടി എന്ന പേരിൽ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി KK രമയുടെ മൊഴിയെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിൽ സൂപ്രണ്ടിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയ CPM-ന് വലിയ തിരിച്ചടിയായിരുന്നു പിന്നീട് KK രമ നടത്തിയ വെളിപ്പെടുത്തൽ. കാരണം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്റെ മൊഴി രേഖപ്പെടുത്താനായി അല്ലെങ്കിൽ തന്നോട് അന്വേഷണം നടത്താനായി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിന്നും ഒട്ടും ആർജവുമില്ലാത്ത അല്ലെങ്കിൽ അതിനോടൊട്ടും ചേരാത്ത ഒരു നിലപാടാണ് പിന്നീട് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ചുമതലയിലുള്ള അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ASI-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സഭാ സമ്മേളനമൊക്കെ പുരോഗമിക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ വലിയ പ്രതിരോധമാണ് ഇക്കാര്യത്തിൽ CPM ഉണ്ടായിരിക്കുന്നത്. കാരണം ഹൈക്കോടതി തന്നെ 20 വർഷത്തേക്ക് ഇളവിനായി അപേക്ഷിക്കുക പോലും ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക് ജയിൽ സൂപ്രണ്ട് എങ്ങനെ ഇത്തരത്തിൽ ഇളവിനായി ശുപാർശ കത്ത് നൽകുന്നു? ആ കത്തിന്മേൽ മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതെ കേവലം ഒരു പോലീസ് സ്റ്റേഷനിലെ SI മാത്രം മുൻകൈയെടുത്ത് എങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി KK രമയോട് മൊഴിയെടുക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഏകപക്ഷീയമായി പുറത്തുവിടാൻ കഴിയില്ല എന്ന് തന്നെ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ജയിലിൽ എങ്ങനെയായിരുന്നു ഈ പ്രതികളുടെ പെരുമാറ്റം എന്നതാണ് ഈ ജയിൽ ശിക്ഷാ ഇളവിന്റെ ആദ്യ മാനദണ്ഡം. പക്ഷേ ആ ആദ്യ മാനദണ്ഡത്തിൽ പോലും ഈ ശിക്ഷാ ഇളവിനായി ഉൾപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്താൻ ഈ പ്രതികൾക്ക് അർഹതയില്ല എന്നാണ് ജയിലിലെ തന്നെ പൂർവ്വകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം ഈ പ്രതികളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും റിപ്പോർട്ട് ശേഖരിക്കും. പിന്നീട് ഈ ഇരയാക്കപ്പെട്ട ഇവിടെ TP ചന്ദ്രശേഖരന്റെ വിധവയായ ഭാര്യ KK രമയിൽ നിന്നും മൊഴിയെടുക്കും. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജീവന ഭീഷണിയോ മറ്റു പ്രകോപനമോ സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടോ എന്ന വിവരങ്ങളൊക്കെ ആരാഞ്ഞ ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയുക. പക്ഷേ അടിമുതൽ മുടി വരെ ഈ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും അതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി ഒഴിവാകുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നതും. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ട്രാൻസ്ഫർ നടപടി. പ്രധാന സാഹചര്യം ഏതായാലും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാ ഇളവിന് ഉള്ള ശ്രമം വാർത്തയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം. ആലപ്പുഴയിലെ വാർത്തയടക്കം ചർച്ചയ്ക്ക് വരുന്നുണ്ട് CPM-മായി ബന്ധപ്പെട്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.